ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വാട്സാപ്പും ഫേസ്ബുക്കും എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? മലയാളികളടക്കം ലോകത്തുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മിക്കവാറും ആളുകൾ ഒരിക്കലെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമായിരിക്കും എങ്ങനെയാണ് ഇവരെല്ലാം പണം ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഖിൽ. ഇവിടെ നമ്മൾ തൽക്കാലം ഫേസ്ബുക്കിനെ അങ്ങോട്ട് മാറ്റിനിർത്തുന്നു. വാട്സാപ്പിന്റെ കാര്യം മാത്രം എടുക്കുന്നു. വാട്സാപ്പ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് തികച്ചും ഫ്രീ ആണ്. ഇതുവരെ അതിൽ പരസ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഭാവിയിലും ഒരു പക്ഷേ പരസ്യങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മൾ പിക്ചർ അയക്കുന്നുണ്ട്, വീഡിയോസ് അയക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, വോയിസ് കോൾ ചെയ്യുന്നുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ വാട്സാപ്പിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രവുമല്ല $19 മില്യൺ ഫേസ്ബുക്ക് വാട്സാപ്പിനെ വാങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വാങ്ങിയത്? അതിനുള്ള ഉത്തരം ഒരു പക്ഷേ പല കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ് വാട്സാപ്പിനെ ഫേസ്ബുക്ക് വാങ്ങിയത്. അതായത് ഒരുപാട് ആളുകളുടെ ഡാറ്റകൾ വാട്സാപ്പിന്റെ കയ്യിലുണ്ട്. ഇത്രയും ഡാറ്റകൾ വാട്സാപ്പിന്റെ കയ്യിലുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ് വാട്സാപ്പിനെ $19 മില്യൺ ഫേസ്ബുക്ക് വാങ്ങിയത്. ഇതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിന്റെ കാര്യവും. നമ്മൾ എത്രമാത്രം ഫോട്ടോകൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം വീഡിയോകൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഫേസ്ബുക്ക് പേജുകളിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മളുടെ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, വോയിസ് കോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ദിവസേന പുതിയ അപ്ഡേറ്റുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായിട്ട് വരുന്നുണ്ട്. അത് ഇന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, നാളെയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴെങ്ങനെയാണ് ഫേസ്ബുക്കിന് വരുമാനം ലഭിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. പല കൂട്ടുകാർക്കും അറിയാമായിരിക്കും. പരസ്യത്തിലൂടെയാണ് ഫേസ്ബുക്ക് പണം ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. റോഡിന്റെ സൈഡിൽ ഒരു വലിയ ഫ്ലക്സ് ബോർഡിൽ ഒരു ലക്ഷറി കാറിന്റെ പരസ്യം വെച്ചെന്ന് കരുതുക. ദിവസവും ഈ റോഡിലൂടെ എത്രമാത്രം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും? രണ്ടു ഭാഗത്തേക്കും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും. അതിൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഈ കാറ് വാങ്ങാൻ സാധിക്കുന്ന ആളുകളുണ്ടാവും, ഒരു കാലത്തും വാങ്ങാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും, ചിലപ്പോൾ വാങ്ങിച്ചേക്കാവുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ ഈ പരസ്യം ബാധകമല്ലാത്ത പ്രായം ചെന്ന ആളുകളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും. അതുകൊണ്ട് തന്നെ റോഡിന്റെ സൈഡിൽ അത്തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കുന്നതിലൂടെ ആ പരസ്യം കൊടുത്ത വ്യക്തി ഉദ്ദേശിച്ച കൃത്യമായ പ്രയോജനം കിട്ടണമെന്നില്ല. ചിലപ്പോൾ 1,00,000 പേര് ആ ഒരു പരസ്യം കാണുകയും അതിൽ നിന്നും 1000-ഓ 1500-ഓ പേര് മാത്രമായിരിക്കും ആ ഒരു കാറ് വാങ്ങുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇത്തരത്തിൽ പരസ്യത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഫേസ്ബുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇവിടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈക്രോ അഡ്വർടൈസിംഗ് എന്നതാണ്. അതായത് ഒരു വസ്തുവിന്റെ പരസ്യം അത് വാങ്ങേണ്ട വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഒരു വസ്തു വാങ്ങിച്ചേക്കാവുന്ന വ്യക്തിക്ക് മുന്നിലേക്ക് പരസ്യം കൊണ്ടുകൊടുക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിന്റെ കയ്യിൽ ഒരുപാട് ഡാറ്റകളുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ഡാറ്റകളെല്ലാം ഉണ്ട്. അതിൽ തന്നെ ഒരു പക്ഷേ എനിക്ക് എന്നെ അറിയുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നതിനേക്കാളും നന്നായി ഫേസ്ബുക്കിന് അറിയാമായിരിക്കും. നമ്മൾ ദിവസവും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ ബിഫോർ, നിങ്ങൾ 1 വർഷം മുമ്പ് ഇന്ന ആളുടെ കൂടെ ഇന്ന് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ 5 വർഷം മുമ്പ് ഈ വ്യക്തിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായി, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്ക് വളരെ അടുക്കും ചിട്ടയോട് കൂടി അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന് അറിയാം ഞാനെന്ന വ്യക്തി ഏത് തരത്തിലുള്ള ആളാണ്, ഏത് സ്വഭാവക്കാരനാണ്, ഏതെല്ലാം പിക്ചറുകൾക്കാണ് ഞാൻ ലൈക്ക് കൊടുക്കുന്നത്, എന്ത് തരത്തിലുള്ള വീഡിയോകളാണ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത്, അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആരാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് എന്റെ ജോലി, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിന് അറിയാം. ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞാനെന്ന വ്യക്തി എന്തുതരം ഉൽപ്പന്നങ്ങളോടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അതിനനുസരിച്ചുള്ള പരസ്യങ്ങളാണ് എനിക്ക് ഫേസ്ബുക്ക് കാണിച്ചു തരുന്നത്. ഇത്തരത്തിൽ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഫേസ്ബുക്ക് പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ നിങ്ങളൊരു ബിസിനസ്മാൻ ആണ്, നിങ്ങൾക്ക് ഇതുപോലെ പരസ്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഏത് രാജ്യക്കാർ, ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ ഒരു പരസ്യം കാണണം, ഒപ്പം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പരസ്യം കാണിക്കേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ഫേസ്ബുക്കിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കും പ്രൈവസി. എത്രത്തോളം നിങ്ങളുടെ സ്വകാര്യത ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഉള്ള കാര്യം തുറന്നു പറയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്വകാര്യതയുടെ കാര്യം മറക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഡാറ്റകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ ഡാറ്റാബേസ് തന്നെയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. കാരണം എന്നെക്കുറിച്ചുള്ള, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡാറ്റകളും ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഏത് വ്യക്തിയാണ്, എന്താണ് നിങ്ങളുടെ പേര്, വയസ്സ്, ജാതി, മതം, അതുപോലെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് തരം പോസ്റ്റുകൾക്കാണ് ലൈക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മൾ കമന്റ് ചെയ്യുന്നത്, ഒപ്പം ഫേസ്ബുക്ക് വാട്സാപ്പിനെയും കൂടെ കൂട്ടി. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്, ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ഏതെല്ലാം വ്യക്തികളോട് ചാറ്റ് ചെയ്യുന്നു, തുടങ്ങി നിങ്ങളെക്കുറിച്ചുള്ള വളരെ നല്ല ഒരു ചിത്രം ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട്. ഇതിനനുസരിച്ചാണ് ഫേസ്ബുക്ക് നിങ്ങളെ പരസ്യങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള വസ്തുക്കളുടെ പരസ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിന് വരുമാനം ലഭിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും ഫേസ്ബുക്കിന്റെ വരുമാനം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഒരു കുത്തക തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത്രയധികം ഡാറ്റകൾ മറ്റാരുടെ കയ്യിലും ഇല്ല, ഫേസ്ബുക്കിന്റെ കയ്യിൽ മാത്രമേ ഇത്രയും അധികം ഡാറ്റകളുള്ളൂ. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, നമുക്കതിന്റെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അറിയുന്നില്ല. കാരണം
നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ പരസ്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ഇത്രയും അധികം ഫീച്ചേഴ്സ് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും ഉപയോഗം കൂട്ടുന്നതെന്നല്ലാതെ കുറയ്ക്കുന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ദുബായിലുള്ള ദേര സിറ്റി സെന്ററിലുള്ള ഒരു സ്റ്റോറിൽ പോയി. ആ സ്റ്റോറിൽ പോയി ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി ഞാൻ അവിടെ എല്ലാം വിസിറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. തൊട്ടടുത്ത ദിവസം എനിക്ക് ആ ഒരു പ്രത്യേക സ്റ്റോറിന്റെ പരസ്യം ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചു. എന്തായിരിക്കും അതിന് കാരണം? ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നു, മൊബൈൽ ഡാറ്റ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മളോട് ഒരു പെർമിഷൻ കൊടുക്കാൻ പറയും. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത സമയത്തും നമ്മളുടെ GPS മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഫോണിൽ മൊബൈൽ ഡാറ്റ ആക്റ്റീവ് ആണ് എങ്കിൽ പോലും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള അനുവാദം നിങ്ങൾ ഫേസ്ബുക്കിന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ എൻ്റെ ഫോണിലും ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഫേസ്ബുക്ക് നോട്ട് ചെയ്തു, ഇയാള് ഇവിടെ പോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് ആ സ്റ്റോറിന്റെ ഒരു പരസ്യമാണ് എനിക്ക് അടുത്ത ദിവസം ഫേസ്ബുക്ക് എന്റെ ടൈം ലൈനിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വരെ ഫേസ്ബുക്ക് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. പല കൂട്ടുകാർക്കും അറിയാമായിരിക്കും. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് അതിന്റെ അപകടം എത്രത്തോളം ഉണ്ടെന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചു മുമ്പെങ്കിലും പല കൂട്ടുകാരും ചിന്തിച്ചിട്ടുണ്ടാവും, ഫേസ്ബുക്കിന്റെ അടുത്ത് വിൽക്കാൻ വെച്ച സാധനങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഫേസ്ബുക്കിന് പണം കിട്ടുന്നത്? ഇപ്പോൾ ആ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും, ഫേസ്ബുക്ക് വിൽക്കുന്നത് എന്നെയും നിങ്ങളെയും അതുപോലെ നമ്മളെ പോലെയുള്ള മില്യൺ കണക്കിന് ആളുകളുടെ വിവരങ്ങളാണ്. ഇവയെല്ലാം മറ്റുള്ളവർക്ക് വിറ്റുകൊണ്ടാണ് ഫേസ്ബുക്ക് പണം ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ ആപ്ലിക്കേഷനുകളായ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം 3 ആപ്ലിക്കേഷനുകളും കൂടി ചേർന്ന് ഒരൊറ്റ കമ്പനിയാണ്, ഫേസ്ബുക്ക് എന്ന ഒറ്റ കമ്പനിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിലുള്ള ഡാറ്റകൾ അവരുടെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് നമ്മളെ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും പണം ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ Amazon.com പോയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ സെർച്ച് ചെയ്യുക, ക്യാമറയോ മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. കൃത്യം 15-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വസ്തുവിന്റെ പരസ്യം നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ കുക്കീസ് എന്നൊരു സംഭവമുണ്ട്. ആ കുക്കീസ് ഉപയോഗിച്ചാണ് ഏതെല്ലാം സൈറ്റിൽ പോയി എന്തെല്ലാം സെർച്ച് ചെയ്തു എന്ന് ഫേസ്ബുക്ക് മനസ്സിലാക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിന്റെ കാര്യം മാത്രമല്ല, മൊബൈൽ ഫോണിലാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് വർക്ക് ചെയ്യുന്നത്. സംശയമുള്ള ആളുകൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യം നിങ്ങൾക്ക് അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും നിങ്ങൾ അത് കണ്ടിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ട്, ആ പരസ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, നിങ്ങൾ സെർച്ച് ചെയ്തിരുന്നോ, നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം മറ്റൊന്നുകൂടെ, നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐഫോണുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്യങ്ങളായിട്ട് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കില്ല. ഈ ഒരു സംഭവം ഇന്ന് ഫേസ്ബുക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റു പല കമ്പനികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഗൂഗിൾ, യാഹു തുടങ്ങിയ കമ്പനികളെല്ലാം ഇത്തരത്തിൽ കുക്കീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പരസ്യങ്ങൾ കാണിച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് വളരെ നന്നായിട്ട് ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ വരുമാനം ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും ഒരുപാട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വർധനവ് അതിലുണ്ടാവുന്നുണ്ട്. നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കണക്കുകൾ പറയുന്നത്, ആകെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും വർഷാവർഷം $10 മുതൽ $12 വരെ എന്ന തോതിൽ ഫേസ്ബുക്കിന് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പണം ഉണ്ടാക്കുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയെയും പരസ്യങ്ങൾ കാണിച്ച് അതിലൂടെയാണ് ഫേസ്ബുക്ക് പണം ഉണ്ടാക്കുന്നത്. അതിന് സാധ്യമാവുന്നത് ഫേസ്ബുക്കിനകത്തുള്ള അത്രയും ഡാറ്റകളാണ്. ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള അത്രയധികം ഡാറ്റകൾ ഫേസ്ബുക്കിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഫേസ്ബുക്കിന് അങ്ങനെ പരസ്യങ്ങൾ, കൃത്യമായിട്ടുള്ള പരസ്യങ്ങൾ കാണിച്ച് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഫേസ്ബുക്കിന്റെ കയ്യിലുള്ള ഡാറ്റയോട് കൂടി വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമുള്ള ഡാറ്റകൾ കൂടിച്ചേരുമ്പോൾ അത് വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അളവിലുള്ള നമ്മളെ കുറിച്ചുള്ള ഡാറ്റകളാണ്. അതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പരസ്യങ്ങൾ നമ്മളെ കാണിച്ച് അതിലൂടെ ഫേസ്ബുക്കും വാട്സാപ്പും പണമുണ്ടാക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇതുപോലെയുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ആപ്ലിക്കേഷനുകൾ എല്ലാം ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.